ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ ഷബീർ പുള്ളിയിൽ പുതിയൊരു ചാനൽ ആരംഭിക്കുകയാണ്. ഒരുപാട് സ്ഥാപനങ്ങളെക്കുറിച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ളത് മേൽമുറിയിലെ കൊളായിലുള്ള നെപ്റ്റ്യൂൺ കയർ എന്റർപ്രൈസസിലാണ്. അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ്. യാന്ത്രികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങളിലേക്ക് എത്തിക്കുക, കാര്യക്ഷമമായ രീതിയിൽ അറിവുകൾ നൽകുക എന്നതാണ് ഉദ്ദേശം. എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓരോ പ്രവർത്തനങ്ങളും ഇന്റർവ്യൂ സഹിതം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഹായ് പ്രിയപ്പെട്ടവരെ, ടോക്ക് ടൈമിന്റെ പുതിയ ചാനലിലേക്ക്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും കൃത്യമായി സ്വാഗതം ചെയ്യാണ്. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് മേൽമുറിയിൽ മനോഹരമായ ഒരു പ്ലേസ് ഉണ്ട്, കൊളായി എന്ന് പറയും. ആ കൊളായിലുള്ള ഒരു ചകിരിത്തുപ്പിന്റെ അല്ലെങ്കിൽ ചകിരിയുടെ എന്തായിരുന്നു ഇതിന്റെ ഡീ ഫൈബറിങ്ങിന്റെ ഒരു യൂണിറ്റിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെട്ടുകൊണ്ട് ഇവിടെ നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, എത്ര ജോലിക്കാരുണ്ട്, എങ്ങനെയാണ് ഇവിടേക്ക് അസംസ്കൃത വസ്തുക്കൾ വരുന്ന അടങ്ങുമുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയാൻ പോവാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, എന്താണ് നിങ്ങളുടെ പേരെന്തായിരുന്നു? ഷൗക്കത്ത്. ഞാൻ ഷബീർ. ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. എന്താണ് ഇവിടെ പ്രോസസ്സുകൾ നടക്കുന്നത്? ആദ്യമായിട്ട് പറയുന്ന ചോദ്യം ഇതാണ്, നിങ്ങൾ ഇവിടുന്ന് എവിടുന്നാണ് ഇവിടുത്തെ പിന്നെ ചകിരി കാര്യങ്ങളൊക്കെ ഇവിടേക്ക് എത്തുന്നത്? ചകിരി വരുന്നത് ഇവിടെ പിന്നെ ഈ സപ്ലൈ ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പം പല ഭാഗത്തുനിന്ന് സപ്ലൈ ചെയ്യണം. അവരവരൊരു തൊഴിലായിട്ടാണ് അവർ സ്വീകരിച്ചത്. പോലെടുത്തതിനുള്ള വണ്ടി ഉണ്ടാവും, സൗകര്യം ഉണ്ടാവും. നാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പിന്നെ മെറ്റീരിയൽ വരും. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈ ചകിരി വരും. അത് ദിവസേന വരുന്നുണ്ടോ അതോ എല്ലാ ദിവസവും വരും? ഓക്കെ, എല്ലാ ദിവസവും വരും. പിന്നെ മെഷീനറി വർക്ക് ചെയ്യിപ്പിക്കാൻ എത്ര ആളുകളുണ്ടാവും ഏകദേശം? മെഷീനറി നോർമലി ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു 5 ആളെ കൊണ്ട് നടക്കും. ഓക്കെ. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഹൈറ്റ് കൂടി നിൽക്കുന്നത് കൊണ്ട്, സാധനം കൂടുതൽ ഹൈറ്റ് ഉള്ളത് കൊണ്ട് കുറച്ച് കടത്താനും ഒക്കെ കൂടി ലീഡിങ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളൊരു 7 ആളെ ഇതേ ഡ്യൂട്ടിയിൽ വെക്കേണ്ടി വരും. ഇത്ര ഇത് ഇങ്ങനെ സ്റ്റോക്ക് വെക്കാനുള്ളതാണോ? ഇതിന്റെ ഇതെങ്ങനെ സംഭവിക്കുന്നത്? സ്വാഭാവികമായും ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ ഈ ഫസ്റ്റ് അടിക്കുകയാണെങ്കിൽ പറയാം. ഈ ഫസ്റ്റ് അടിച്ച ഫൈബർ ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ 2-3 ദിവസം വെള്ളത്തിൽ കുതിർത്ത് വീണ്ടും മറ്റൊരു പ്രോസസ്സിങ്ങിന് മെഷീനിൽ ഉപയോഗിക്കുകയാണ് ചെയ്യും. ഓക്കെ. സ്വാഭാവികമായിട്ടും വെള്ളം നല്ലോണം ആവശ്യമുള്ള ഒരു വ്യവസായമാണ്. വെള്ളത്തിൽ സോഴ്സ് നന്നായി ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമാണ്. പിന്നെ ഇവിടെ ഇപ്പം നിലവിൽ ഞങ്ങൾക്ക് 11 തൊഴിലാളികളുണ്ട്. ഈ 11 തൊഴിലാളികളുടെ കാരണം ഒരു ഷിഫ്റ്റിൽ നമ്മൾ ചകിരി എടുക്കും. രണ്ടാമത്തെ ഷിഫ്റ്റിൽ നൈറ്റിൽ നമ്മൾ റീപ്രോസസ്സിങ് അതേ സാധനം തന്നെ മെഷീനിലിട്ട് രണ്ടാമത് അതിൻ്റെ ഫൈനൽ പ്രോസസ്സിങ് അങ്ങോട്ട്. ഇത് രണ്ടും കൂടി ചെയ്യുന്നതുകൊണ്ട് 11 ആൾ ലേബർമാരൊക്കെ സ്റ്റേ ചെയ്യുന്നതാണ്. ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ ഈ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടാണ് ഇത് കയറ്റുമതി, അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഉപയോഗം ചെയ്യുന്നത്? അപ്പം അത് നേരിട്ട് നമ്മളിത് കൊടുക്കേണ്ടത് നമ്മൾ സർക്കാരിന് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലപ്പുഴയിൽ നമ്മളെ കയർ ഫെഡിന് തന്നെയാണ് കൊടുക്കും. കയർ ഫെഡിന് കൊടുക്കണമെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനം മാത്രമേ അവർ കിട്ടുള്ളൂ. മാത്രമല്ല അവർ പൈസ തിരിച്ച് കിട്ടണമെങ്കിൽ കുറച്ച് സമയം കിട്ടും. ഓക്കെ. അപ്പം അത്രയൊന്നും നമുക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും അത് പൊള്ളാച്ചിയിൽ തമിഴ്നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കയർ യൂണിറ്റുകളുണ്ട്. അവർക്ക് അങ്ങനെ കയർ ഉൽപ്പന്നങ്ങളുണ്ടാകും. അതിലിപ്പോൾ ചെറുക്കിടക്കുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ആ വക കയർ പ്രോഡക്റ്റുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ആ സാധനത്തിൽ അതിൽ ബെഡ് ഉണ്ടാവും, അതിൽ കയർ തന്നെ ഉണ്ടാവാം, കയറിൻ്റെ തന്നെ വിവിധ രൂപങ്ങളുണ്ടാവും. ഇതൊക്കെ അലർട്ടായി. പ്രത്യേകിച്ച് മാറ്റ്. ഇപ്പോൾ ചൈനയിൽക്കൊക്കെ കയറ്റുപോലുള്ള സാധനം എന്ന് പറഞ്ഞാൽ അത് മാറ്റുകളാണ്. നമ്മളെ എന്താ പറയുക, നെറ്റ് മാതിരിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ചൈനയിൽക്കൊക്കെ ആവശ്യമുള്ളത്.
അത് രണ്ട് നിലക്കും പോകുന്നുണ്ട്. ഒരു ആവശ്യം എന്ന് വെച്ചാൽ മണ്ണൊലിപ്പ് തടയാം. മറ്റൊന്ന് നെറ്റിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു നെറ്റ്, നാച്ചുറൽ ആയിട്ടുള്ള കർട്ടൻ, അതുപോലെ പിന്നെ പിന്നെ ബെഡിൻ്റെ പിന്നെ അറിയാലോ. പിന്നെ അതിന് പുറമെ ഈ പിന്നെ ഈ നെറ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നെറ്റുമാതിരി നമ്മൾ പിന്നെ കൈത്തറിയൊക്കെ നെയ്ത്തൊക്കെ പോലെ നെയ്തുണ്ടാക്കി ആ മാറ്റ് അവിടെ കൊണ്ടുപോയി അതിൻ്റെ പിന്നെ അതിൻ്റെ ആ പിരി ഉടച്ചിട്ട് പോലെ വീണ്ടും അത് ബെഡിനൊക്കെ ഉപയോഗിക്കും. എന്നാൽ അതിൽ ആ സ്പ്രിങ് സ്വഭാവം അവിടെ നിലക്കും. നമ്മൾ മാറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതാണ്. അപ്പോൾ ചൈനയിലൊക്കെ എക്സ്പോർട്ട് ചെയ്ത് പോകുന്ന സാധനം. പിന്നെ ഈ ഈ ഡീഫൈബറിങ് യൂണിറ്റ് ഒക്കെ ഇപ്പം നിലനിൽക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഇതിനേക്കാളും കൂടുതലായിട്ട് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. പിന്നെ അതിൽ ഫസ്റ്റ് അടിക്കുമ്പോൾ കിട്ടുന്ന ഹിറ്റ്, അതിൻ്റെ ആ പേര് പൊടി എന്ന് പറയുന്ന സാധനം, ആ പൊടി കോഴിഫാമാർ കിട്ടും. അതേമാതിരി രണ്ടാമത്തെ സെക്കൻഡ് പ്രോസസ്സിങ്ങിൽ ഒരു പൗഡർ കിട്ടും. അത് ശരിക്കും നമ്മളെ പിന്നെ പുതിയ ചായക്കൊണ്ടിയൊക്കെ ഇല്ലേ, അതേമാതിരിയുള്ള ഒരു സാധനം കിട്ടും. ആ സാധനം നമ്മൾ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കും. കാരണം വെള്ളം അബ്സോർവ് ചെയ്യാൻ ഈ സാധനത്തിന് നല്ല കഴിവുണ്ട്. ഞാൻ ഒരിക്കൽ പരീക്ഷിച്ച് നോക്കിയപ്പം ആ സാധനത്തിന് ഒരു 6 ഇരട്ടി വെള്ളം പിടിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 8900 നല്ല ഉണങ്ങിയ സാധനം, 8900 തൂക്കം, 8900 സാധനം. അതിൽ വെള്ളം നല്ലോണം കുതിർത്തതിന് ശേഷം നമ്മൾ എടുത്ത് തൂക്കുമ്പോൾ ഏകദേശം 66 കിലോ വരെ വന്നിട്ടുണ്ട്. അപ്പം അത്രയും സംഭരിച്ചു വെക്കാൻ. ഇപ്പൊ ഈ കോവിഡ് സമയത്തൊക്കെ നമ്മൾ ചെടികളൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ട് പാക്കറ്റായിട്ട് വാങ്ങാൻ കിട്ടുന്നത്. അത് കിട്ടും. കൊക്കോ പിറ്റ് എന്ന് പറഞ്ഞിട്ട് എത്രയോ യൂണിറ്റുകളുണ്ട് കൊക്കോ പിറ്റ്. അത് പിന്നെ അത് ഈ സാധനം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അത് ഫസ്റ്റ് അടിക്കണ ഞാൻ പറഞ്ഞല്ലോ കോഴി ഫാമിലേക്ക് പോകണം. ആ സാധനം തന്നെ നമ്മളൊരു പിന്നെ കോളത്തിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ച് ബ്ലീച്ചിങ് ചെയ്യും. എന്നാൽ അതിൽ ആ പിന്നെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ അതിനകത്ത് ഒഴുകിപ്പോകും. ആ കറ കളയാം. ആ കറ കളഞ്ഞതിന് ശേഷം അത് വീണ്ടും അത് മെഷീനിൽ ഇട്ടിട്ട് അതിനെ ഇങ്ങനെ ബ്രിക്കുമായി ആക്കിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ. ഒരു അടിസ്ഥാന വില ഇതിന് കിട്ടുന്നില്ല. മറ്റുള്ള സാധനമൊക്കെ പോലെ തന്നെ ഒരു അടിസ്ഥാന വില ഇതിന് കിട്ടുന്നില്ല. ഒരു 18 റുപ്യൻ്റെ ഏറ്റവും ചുരുങ്ങിയ ഒരു 18 റുപ്യൻ്റെ ഒക്കെ മേലെ കിട്ടിയാൽ ഇതൊക്കെ ഒരു പിന്നെ ലാഭത്തിൽ ഓടിക്കാൻ കഴിയുള്ളൂ. അതിന് പകരം നമ്മൾ പിന്നെ തമിഴ്നാട്ടിലെ പിന്നെ കമ്പനികൾക്ക് നമ്മൾ 6 റുപ്യ 6.5 റുപ്യൊക്കെ ഈ സാധനം വരുന്ന എത്ര പണിയുണ്ടെന്നറിയാം. ഈ സാധനം പിന്നെ പ്രോസസ്സിങ് കഴിഞ്ഞ് ഉണക്കി അത് പിന്നെ നല്ലോണം കുടഞ്ഞ് നല്ല വൃത്തിയാക്കി ആ സാധനം ബണ്ടിലെത്തി നമ്മൾ വണ്ടിയിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് അവിടെ കൊണ്ടുകൊടുത്താൽ ഈ പൈസ കിട്ടല്. വണ്ടി കൊണ്ടുപോകുന്ന സിസ്റ്റമൊന്നുമില്ല. നിങ്ങൾ തന്നെ അതിപ്പോൾ ആർക്കാണെങ്കിലും, അതിപ്പം ഫയർ ഫെഡിന് കൊടുക്കുകയാണെങ്കിലും അല്ലാതെ സ്വകാര്യ പാർട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലും ആർക്ക് കൊടുക്കുകയാണെങ്കിലും നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യണം. അതിൻ്റെ എല്ലാ റിസ്ക്കും നമ്മൾ കഴിക്കണം. ആ വകയിലൊന്നും വലിയ ലാഭമൊന്നുമില്ല. ഈ സംഭവം കയറ് ഉൽപ്പന്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഗവൺമെൻറ്റിന് വാസ്തവത്തിൽ ഇതുകൊണ്ട് പ്രയോജനമില്ല. ഇപ്പോൾ മറ്റു പ്ലാസ്റ്റിക്കൊക്കെ കയറി വന്നതിൻ്റെ ശേഷം അതിന് ഡിമാൻഡില്ല. ഒരു കാലത്ത് പിന്നെ എല്ലാ അടിസ്ഥാന ജനങ്ങൾക്കും ജീവിക്കാൻ പറ്റിയൊരു ഏർപ്പാടായിരുന്നു. ഇത് കൈകൊണ്ട് അടിച്ചുണ്ടാക്കലായിരുന്നു. കൈകൊണ്ട് പിരിച്ചിട്ട് കയറാക്കലായിരുന്നു. അത് എല്ലാവർക്കും ചെയ്യാവുന്നതല്ല, അവനാൻ്റെ വീട്ടിൽ ചെയ്യാം. പിന്നെ അതിനകത്ത് വ്യവസായങ്ങൾ വന്നു. പിന്നെ അങ്ങനെയൊക്കെ വലിയ സംഭവങ്ങളായി മാറി, വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയി ആൾക്കാർ. അങ്ങനെയൊക്കെ ഒക്കെ ഒരു വലിയ സംഭവമായി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ നാരും കയറൊക്കെ വരാൻ തുടങ്ങി. അതോട് കൂടി ഇതൊക്കെ പിന്നോട്ടായി. അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഇപ്പം ഞാൻ പറയാൻ കാരണം ഈ ഫൈബർ ഹൈഡ്രോളിക് മെഷീനിലിട്ട് ബണ്ടിലാക്കുമ്പോൾ അത് കെട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ കയറാണ്. ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ഇതിനായിട്ട് നാച്ചുറൽ എന്ന അർത്ഥത്തിൽ മാത്രം കാണുന്ന ആ കോൺസെപ്റ്റിൽ കാണുന്ന ആളുകൾ മാത്രം ഇത് ആവശ്യമായിട്ട് പരിസ്ഥിതിയോട് താല്പര്യം. പിന്നെ സർക്കാർ ഇതിന് പ്രോത്സാഹനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പല സംഭവങ്ങളും സർക്കാർ ലോഞ്ച് ചെയ്തതാണ്. പക്ഷെ അതൊന്നും ഫലവത്തായിട്ടില്ല. ഉദാഹരണത്തിന് മണ്ണൊലിപ്പ് തടയാൻ ഞാൻ നേരത്തെ പറഞ്ഞ നെറ്റുമായിട്ടുള്ള നാറ്റിട്ട് അതിട്ടിട്ട് പിന്നെ തോടിൻ്റെ വക്ക്, കനാലുകൾ, അതുപോലെ കയ്യാലകളൊക്കെ ഇങ്ങനെ സംരക്ഷിക്കണ പാക്കേജൊക്കെ ഉണ്ട്. അതും ആയിട്ടില്ല. എന്നാൽ ഇതേ സംഭവം തന്നെ പിന്നെ എന്താ പറയുക, പിന്നെ ചൈനക്കാരൊക്കെ അത് കൊണ്ടുപോയിട്ട് ഇതേ സംഭവം ചെയ്യുന്നു. പിന്നെ ചൈനയും നമ്മളും തമ്മിൽ ചൈനൻ്റെ ഡോർ അടഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെ ആവും. ചൈനക്കൊക്കെ ശ്രീലങ്കയിൽ നിന്ന് അതിനേക്കാൾ ഉഷാറായിട്ട് കിട്ടാണ്. അതുപോലെ ഇന്ത്യൻ്റെ എടുത്താവുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ. പിന്നെ
പിന്നെ അതേമാതിരി സർക്കാർ ഇതേമാതിരി പിന്നെ ടയർ ഫുഡിൻ്റെ ഇത് ഉപയോഗിച്ചിട്ടാണ് കുറേ മാറ്റ് ബെഡ് മെഡിക്കൽ കോളേജുകളിൽ ഒക്കെ വന്നിരുന്നു. പക്ഷെ അതൊക്കെ ഒരു കാലത്ത് വന്നു, പിന്നെ വേറൊരു ഗവൺമെൻറ് വരുമ്പോൾ പോകും. ചുരുക്കത്തിൽ ഉൽപ്പാദകർക്ക് ഇതിന് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല. അങ്ങനെ നടത്തിക്കൊണ്ടോ നിലവിലുള്ളൊരു സംവിധാനം ഉപയോഗിച്ച് നമ്മൾ അറിയുന്ന ഒരു സംഭവം ഡെയിലി റൂട്ടീനായിട്ട് ഇങ്ങനെ പോകും. അതല്ലാതെ അതിൻ്റെ അങ്ങേപ്പുറത്ത് ഇനിയും എന്തെങ്കിലും ഒരു വിപണന സാധ്യത ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു വികസന സാധ്യത ഉണ്ടോ എന്ന് കൂടുതൽ ചിന്തിക്കാൻ കഴിയാത്ത ഒരിതാണ്. അതാണ് ഉടമസ്ഥാവകാശത്തിപ്പോ ഡയറക്റ്റ് സർക്കാർ നടത്തുന്ന സ്ഥാപനമാണ്. അല്ലല്ല, ഡയറക്റ്റ് സർക്കാർ നടത്തുന്നില്ല. അതേസമയത്ത് പിന്നെ ടയർ ഫെഡിൻ്റെ അണ്ടർടേക്കിംഗ് ആണ്. ടയർ ഫെഡ് സർക്കാർ ഇതിൻ്റെ ഒരു ബോർഡിൻ്റെ സർക്കാർ ഇതിൻ്റെ പരിധിയിൽപ്പെടുന്ന ഒരു ബോർഡാണ്. വേറെയുള്ള കോഓപ്പറേഷൻ പിന്നെ മറ്റുള്ളതൊക്കെ പോലെ ഒരു സെക്ഷനാണ്. KSRTC ഒക്കെ നടത്തുന്ന അതിൻ്റെ ഒരു സെക്ഷനാണ് മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. ആ ഒരു പിന്നെ ഇതൊക്കെയാണ് അതിനുള്ളത്. പിന്നെ സർക്കാർ തുടങ്ങുമ്പോൾ ഒരു സബ്സിഡി വരും. തുടങ്ങി കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ പിന്നെ ഇതിനെ സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ സർക്കാരിന് ബോധ്യപ്പെടുത്താൻ ഒരു സബ്സിഡി കിട്ടും. അതല്ലാതെ വേറെ ഒന്നുമില്ല. ഏതായാലും വളരെ ഉപകാരം. വലിയ അറിവുകളാണ് തന്നത്. ഈ ഫെഡിനെ കുറിച്ചുള്ള ഏതായാലും നന്ദി, നമസ്കാരം.